ഹേ ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് ഞാൻ എൻ്റെ വീടിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. 1.5 സെൻറ്റിലാണ് എൻ്റെ വീട് വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ വീടിൻ്റെ മുന്നിലായിട്ട് ചെറിയൊരു മുറ്റുണ്ട്. പിന്നെ റോഡാണ് മുന്നിലായിട്ടുള്ളത്. അത്യാവശ്യം വണ്ടികളൊക്കെ പോകുന്ന റോഡാണ്. ഇതാണ് ഹോള്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വലിപ്പമുള്ള ഹോളാണ്. വീട് കെട്ടുമ്പോൾ ഇത്ര വലിയ ഹോള് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല. ഈ വീട്ടിൽ അത്യാവശ്യത്തിന് വലിപ്പമുള്ളത് ഈ ഹോള് മാത്രമാണ്. ഹോളിൽ നിന്ന് നേരെ പോയാൽ ചെറിയൊരു ഡൈനിങ് ആണുള്ളത്. അവിടെ ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെയാണ് അലമാരയും സ്റ്റഡി ടേബിളും കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കയറുന്നത് ഒരു ചെറിയൊരു ബെഡ്റൂമിലേക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ്. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂമും ഉണ്ട്. പിന്നെ നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് അടുക്കളയിലോട്ടാണ്. 12 സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമ്മൾ അടുക്കളയിലോട്ട് പോവാൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചെറിയൊരു അടുക്കളയാണ് ഉള്ളത്. സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീടെടുത്തത്. അടുക്കളയിൽ അത്യാവശ്യത്തിന് വേണ്ട ഷെൽഫുകളും പാത്രങ്ങൾ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒൻപത് വർഷത്തോളമായി ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നത്. വീടിരിക്കുമ്പോൾ വൈറ്റ് അടിച്ച് എന്നല്ലാതെ അതിനുശേഷം പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് കടമൊന്നുമില്ലാതെ ഉണ്ടാക്കിയെടുത്ത വീടാണിത്. അപ്പം നമ്മൾ ഈ വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും സമാധാനവും അതൊന്ന് വേറെ തന്നെയാണ്. അടുക്കളയുടെ അടുത്ത് തന്നെയാണ് ഒരു ചെറിയ ബെഡ്റൂമും കൂടി ഉള്ളത്. അതിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. അടുക്കളയിൽ ഒരുപാട് സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും വെച്ചിരിക്കുന്നത്. ഓവനും കേക്ക് ബേക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ആരും തന്നെ താഴെ വന്ന് കിടക്കാത്തത് കൊണ്ടാണ് നമ്മൾ ആ റൂമിനെ അങ്ങനെ സെറ്റാക്കി എടുത്തത്. അടുക്കള വാതിൽ തുറന്നാൽ പുറത്ത് വലുതായിട്ടുള്ള സൗകര്യങ്ങളൊന്നും നമുക്കില്ല. സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ അപ്പുറത്തെ വീട്ടിലാണ് തുണികളൊക്കെ ഉണങ്ങാനിടാറ്. ഇത്രയേ ഉള്ളൂ നമുക്കുള്ള സ്ഥലം. അതിലായിട്ട് ഒരു മുരിങ്ങ മരവും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുപ്പത്തിട്ടിലായിട്ട് ഒരു തിരുമ്പാനുള്ള ചെറിയൊരു കല്ലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ബാക്കിലായിട്ട് വലിയൊരു ചാലാണ് ഉള്ളത്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മളൊരു തിരുമ്പണ കല്ല് കെട്ടിയിട്ടുണ്ട്. മോന് ചെറുതായത് കൊണ്ട് അവിടെ അലക്കാറില്ല. ഇവിടെ ഒരു ചെറിയ കല്ല് വെച്ചിട്ട് ഇവിടെയാണ് അലക്കാറുള്ളത്. ബാക്കിയുള്ള തുണികളൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഓൾ.